ലോകമെങ്ങുമുള്ള സ്ത്രീകൾ ആദിപരാശക്തിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല വരുന്നത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ്. ഇത്തവണ 2026 മാർച്ച് 3-ാം തീയതിയാണ് പൊങ്കാല സമർപ്പണം. നമ്മൾക്ക് എല്ലാവർക്കും ഇത്രയും ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ സാധിക്കണമെന്നില്ല. അവർക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സമയം സാഹചര്യം ഒക്കെ ഒത്തുവരാത്തവർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരുന്ന് തന്നെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അമ്മ അവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഇതുവരെയും പൊങ്കാല ഇടാത്തവർ വീട്ടിൽ തന്നെ പൊങ്കാല ഇടൂ. ഭഗവതി തീർച്ചയായും നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഇനി വീട്ടിൽ പൊങ്കാല ഇടുന്നത് എങ്ങനെയെന്ന് പറയാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതിന് അമ്മയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. പലരും ഒരുങ്ങിയിട്ട് പോകാൻ സാധിക്കാതെ വിഷമിച്ചവരുണ്ട്. മാസമുറയായിട്ടും പുലവാലായ്മകളായിട്ടും എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നു ഭവിച്ചവരുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം വ്രതം എടുക്കുക എന്നതാണ്. ഒരാഴ്ച വ്രതം എടുക്കുന്നവരുണ്ട്. ഇനി അതിന് സാധിക്കാത്തവർ ഒരു 3 ദിവസം വ്രതം നിർബന്ധമായും എടുത്തിരിക്കണം. മത്സ്യമാംസാദികൾ ഒഴിവാക്കി ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന് ഒക്കെ വേണം വ്രതം എടുക്കാൻ. മാസമുറയോ പുലവാലായ്മ ഉള്ളവരോ പൊങ്കാല ഇടരുത്. പൊങ്കാലയുടെ തലേന്ന് മാർച്ച് 2-ാം തീയതി ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയോട് പൊങ്കാല ഇടാനുള്ള സമ്മതം ഒക്കെ വാങ്ങി വരിക. ഇനി പൊങ്കാല ദിവസം മാർച്ച് 3-ാം തീയതിക്ക് മുന്നേ തന്നെ വീടിന് ചുറ്റും അടിച്ചു വൃത്തിയാക്കി വീടൊക്കെ തുടച്ചിടുക. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ അല്പം മഞ്ഞപ്പൊടി കലക്കി ആ മഞ്ഞൾ വെള്ളം മുറ്റത്തും അകത്തും ഒക്കെ തളിക്കുക. ഭഗവതിയെ എതിരേൽക്കാൻ ആയിട്ട് വീടെല്ലാം പ്രത്യേകം ഒരുക്കുക. ഇനി അടുത്തത് പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുക എന്നതാണ്. പുതിയ ഒരു മൺകലം തന്നെ വാങ്ങണം. പിന്നെ 3 പുതിയ ഇഷ്ടിക വാങ്ങുക. തീ പകരാനുള്ള ചൂട്ട്, കൊതുമ്പ് എന്നിവ തയ്യാറാക്കി വെക്കുക. മറ്റുള്ള സാധനങ്ങളൊന്നും കത്തിക്കരുത്. പിന്നെ വേണ്ടത് ഗണപതി ഭഗവാന് വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങുക. അവിൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന സാധനങ്ങൾ ഗണപതി ഭഗവാന് വേണ്ടി വാങ്ങിവെക്കുക. പിന്നെ വീട്ടിലെ ഒരു നല്ല വലിയ നിലവിളക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചു വയ്ക്കുക. അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ചു വയ്ക്കുക. പിന്നെ കിണ്ടി, ഒരു തളികയിൽ കുറച്ച് പൂക്കളും കരുതി വയ്ക്കുക. ഇനി അടുത്തതായി പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ് പൊങ്കാല ഇടേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വടക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ എങ്ങോട്ടായാലും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം പൊങ്കാല ഇടേണ്ടത്. ഒരു കാരണവശാലും വേറെ ഒരു ദിക്കിലേക്കിരുന്ന് പൊങ്കാല ഇടരുത്. അടുപ്പ് വയ്ക്കുമ്പോൾ ആദ്യത്തെ ഇഷ്ടിക ഓം ഗം ഗണപതയേ നമ എന്നും, 2ാമത്തെ ഇഷ്ടിക വയ്ക്കുമ്പോൾ ഓം നമശിവായ എന്നും, 3ാമത്തെ ഇഷ്ടിക വയ്ക്കുമ്പോൾ ആറ്റുകാലമ്മേ ശരണം എന്നും വിളിച്ചും വേണം അത് വയ്ക്കാൻ. ഇനി ഐശ്വര്യമായി ഒരു തൂശനില മുറിച്ചെടുത്ത് അടുപ്പിൻ്റെ വലത് ഭാഗത്ത് ആ ഇല വെച്ച് അതിൽ ഗണപതി ഭഗവാന് വെക്കാനുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുക. ഒപ്പം നിലവിളക്ക്, കിണ്ടി, പുഷ്പങ്ങൾ വെച്ച താലം ഇവയും വയ്ക്കുക. ആറ്റുകാലമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊങ്കാല ഇടുന്നതിൻ്റെ മുൻഭാഗത്തായി വിളക്കത്ത് അതും വയ്ക്കുക. ഇനി പൊങ്കാല ഇടുന്ന ആൾ കുളിച്ച് ശുദ്ധിയായി അലക്കി വൃത്തിയായ വസ്ത്രം ധരിച്ചു വേണം പൊങ്കാല ഇടാൻ. ശേഷം അടുപ്പിൻ്റെ മുകളിൽ കലം വയ്ക്കുക. ഒരു വീട്ടിൽ എത്ര പേർക്ക് വേണമെങ്കിലും അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാവുന്നതാണ്. 2ഓ 3ഓ അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും പൊങ്കാല ഇടാം. വളരെ നല്ലതാണ്. എല്ലാം കഴിഞ്ഞ് 9:45 ആകുമ്പോൾ ആറ്റുകാലമ്മയുടെ തിരുനടയിൽ
അടുപ്പുവെട്ട് എന്നൊരു ചടങ്ങ് നടക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരുക്കി വെച്ചിരുന്ന നിലവിളക്ക് 5 തിരിയിട്ട് വെച്ച നിലവിളക്കായിരിക്കണം. അത് കത്തിക്കുക. ആറ്റുകാലമ്മയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി ആറ്റുകാലമ്മേ നമോസ്തുതേ. ഇത് ജപിച്ചുകൊണ്ട് 9:45 തന്നെ നിലവിളക്ക് തെളിയിക്കുക. 10:30 ആറ്റുകാലിൽ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരും. ആ സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിലെ അടുപ്പിലും തീ പകരുക. ടിവിയിലോ മൊബൈലിലോ നോക്കിയാൽ അവിടെ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരുന്നത് കാണിക്കും. അതേ സമയം തന്നെ ഇവിടെയും തീ പകരുക. കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്ന് വേണം തീ പകർന്നെടുക്കേണ്ടത്. അടുപ്പത്ത് കത്തിച്ച ശേഷം കലത്തിൽ വെള്ളമൊഴിക്കുക. വെള്ളം തിളച്ച ശേഷം ഗണപതി ഭഗവാനെയും ആറ്റുകാലമ്മയെയും പ്രാർത്ഥിച്ച് ഒരു പിടി അരി അതിലേക്കിടുക. ശേഷം നാമം ജപിക്കുക. ദേവീ മഹാത്മ്യത്തിലെ 11-ാമത്തെ അധ്യായമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമോ ജപിക്കുക. ജപിക്കാൻ പറ്റാത്തവർ അത് കേൾക്കുക. അമ്മയുടെ ഏത് നാമങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ജപിക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചാണ് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നതെങ്കിൽ അത് അമ്മയോട് പറയുക. അമ്മ തീർച്ചയായും നിങ്ങൾക്ക് തന്നിരിക്കും. പൊങ്കാല വെച്ച കലത്തിലെ അരി തിളച്ച് തൂകിയതിന് ശേഷം, അരി നല്ലപോലെ വെന്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ശർക്കര, തേങ്ങ, ഉണക്കമുന്തിരിങ്ങ, പഴം എല്ലാം ചേർത്ത് ഇളക്കുക. ലാസ്റ്റ് അല്പം നെയ്യും ചേർത്ത് അടച്ചു വെക്കുക. ഇനി നേദിക്കേണ്ട സമയമാകുമ്പോൾ ടിവിയിലോ മൊബൈലിലോ ന്യൂസ് കാണിക്കും. ആ സമയം ഒരു മൊന്തയിൽ അല്പം ജലമെടുക്കുക. മുറ്റത്ത് നിൽക്കുന്ന തുളസിയിൽ നിന്ന് ഒരു തുളസിക്കതിരോ ഇലയോ പൊട്ടിച്ചെടുത്ത് അതിലിടുക. ആ ജലത്തിൽ മുക്കിയ തുളസി കൊണ്ട് ഇങ്ങനെ ചൊല്ലുക. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ഇതും ചെയ്യാൻ. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജലം നേദ്യത്തിലേക്ക് കുടഞ്ഞ് പ്രസാദം അടുപ്പിൽ നിന്നും വാങ്ങി താഴെ വയ്ക്കുക. ഈ പ്രസാദം എല്ലാവരും കഴിക്കണം കേട്ടോ. നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ കുട്ടികൾക്കും ഈ പ്രസാദം കൊടുക്കണം. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കോ വീട്ടിലെ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പ്രസാദം കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ അടുപ്പ് കൂട്ടരുത്. വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ വീട്ടിലെ എല്ലാവരും പങ്കെടുക്കണം. അല്ലാതെ പൊങ്കാല ഇടുന്നവർ അവിടെ ഇരുന്ന് പൊങ്കാല ഇടട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ടി വി കാണാനോ ബാക്കിയുള്ള സംസാരത്തിനോ പോകരുത്. അമ്മ വരുന്ന സമയത്ത് എല്ലാവരും പൊങ്കാല ഇടുന്നത് കണ്ട് അമ്മയുടെ മനസ്സ് സന്തോഷിക്കും. അമ്മ വരുന്ന സമയം എല്ലാവരും അമ്മയെ കാത്തിരിക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് ഇതിൽ പരം സന്തോഷം മറ്റൊന്നും കാണില്ല. ആ സമയം അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുക. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല അവിടെ പോയി ഇടാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ആറ്റുകാല അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടുന്നവരാണോ? ഇത്തവണ വീട്ടിലിടുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇടണേ. കൃഷ്ണഗീതി ചാനലിലെ എല്ലാ വീഡിയോയും ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.